ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, ഈ ഒരു ജീപ്പ് 96 DI വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് പണിയാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നുവിട്ടിരുന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോലത്തിലല്ലായിരുന്നു വണ്ടി നമുക്ക് കിട്ടിയത്. അപ്പോൾ വണ്ടി നമ്മൾ പാലക്കാട് പോയിട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഒരു വണ്ടിയാണ്. അപ്പോൾ ആൾ വിദേശത്താണ്. അപ്പോൾ ആളുടെ അച്ഛൻ സിംഗിൾ ഓണറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വർക്ക് അവർ പറഞ്ഞ രീതിക്കെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു 96 മോഡലിലെ ജീപ്പ് നമ്മൾ കംപ്ലീറ്റ് വർക്കുകൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം എടുത്തുകൊണ്ട് വന്നത് അതുപോലെ കൊടുക്കാൻ പോകുന്നതായിട്ടുള്ള എല്ലാ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു 96 മോഡലിലെ DI ജീപ്പിൽ ചെയ്തിരിക്കുന്നത് പവർ സ്റ്റിയറിംഗ്, അതുപോലെ ഡിസ്ക് ബ്രേക്ക്, ഹൈഡ്രോളിക് ക്ലച്ച്, അതുപോലെ മേജർ ടൈപ്പ് ഫ്രണ്ട് ബാക്ക് ഹൗസിംഗ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബക്കറ്റ് സീറ്റ്, പിന്നെ പുതിയ പെയിന്റ്, പടുത. 3+1 ഗിയർ ബോക്സിൽ നിന്ന് 4+1 ഗിയർ ബോക്സിലേക്ക് ആക്കി. എഞ്ചിൻ വർക്ക് തൽക്കാലം ചെയ്യേണ്ട എന്ന് കരുതിയതാണ്, പക്ഷേ നമുക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ചെയ്യേണ്ടി വന്നു. ഈ ഒരു ജീപ്പിൻ്റെ ഇലക്ട്രിക്കൽ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വയറിംഗ് സഹിതം നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ എടുക്കാൻ പോകുന്നത് മുതലുള്ള വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ജീപ്പ് എടുക്കാനായിട്ട് ഞാൻ തന്നെ ബസ്സിനാണ് പോയത്. പാലക്കാട് കല്ലടിക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ ഒരു വാഹനം എടുക്കാനായിട്ട് പോയത്. അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. പാലക്കാട് നമ്മൾ പൊതുവേ കാണുന്നത് നെൽപ്പാടങ്ങളും അതുപോലെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളുമാണ്. പക്ഷെ നമ്മൾ പാലക്കാടിൻ്റെ ഒരു അറ്റത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇടുക്കി പോലെയുള്ള മലകളും അതുപോലെ പുഴകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കറക്റ്റ് നമ്മുടെ സബ്സ്ക്രൈബറുടെ ഈ ഒരു വണ്ടി കിടക്കുന്ന വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജീപ്പ് കൈമാറി അങ്ങനെ ഓടിക്കാത്തൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അവർ നമ്മളെ വണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കല്ലടിക്കോട് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ഹൈ റേഞ്ചിലേക്ക് വണ്ടിയായിട്ട് പോരുവാണ് കേട്ടോ. നമ്മുടെ ഇടുക്കിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെയും കുറേ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ. അപ്പോൾ ഈ ഒരു 96 DI ജീപ്പുമായിട്ട് ഞാൻ പാലക്കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതുപോലെ തന്നെ കുതിരയാൻ തുരങ്കമൊക്കെ കയറിയാണ് പോരുന്നത്. വരുന്ന വഴിക്ക് നല്ല രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും വകവെക്കാതെ നമ്മുടെ ഹൈ റേഞ്ച് ലക്ഷ്യമാക്കി നേരെ പോരുവാണ്. അപ്പോൾ ഏതൊരു ഹൈ റേഞ്ചുകാരനെ പോലെ എൻ്റെയും വികാരമാണ് ഈ ഒരു നേര്യമംഗലം പാലം. അപ്പോൾ ഈ ഒരു പാലം കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഹൈ റേഞ്ചിലേക്കുള്ള കവാടമാണിത്. അപ്പോൾ നമ്മളങ്ങനെ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നേരത്തെ വർക്ക്ഷോപ്പിലെത്തിയെങ്കിലും പണി തുടങ്ങണമെങ്കിൽ കുറച്ച് താമസമുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കുറേ ആൾട്രേഷൻ വർക്കുകൾ ആണ് ഇതിന് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ആൾട്രേഷൻ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ അതിൻ്റേതായ താമസങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് പവർ സ്റ്റിയറിംഗ്, അതുപോലെ ബാക്കിലെ ഫ്രണ്ടിലേക്ക് ഹൗസിംഗ് ട്യൂബ് മാറ്റി മേജർ ടൈപ്പ് ആക്കാനുണ്ട്. കൂടാതെ ഡിസ്ക് ബ്രേക്കും ഹൈഡ്രോളിക് ക്ലച്ചും ഒക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ചെയ്യാനുണ്ട്. ഈ ഒരു വാഹനത്തിന് 3+1 ഗിയർ ബോക്സ് ആണ് വരുന്നത്. അത് നമുക്ക് 4+1 ഗിയർ ബോക്സ് ആക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾട്രേഷൻ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സലിച്ചേട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സലിച്ചേട്ടൻ ഇതിൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പവർ സ്റ്റിയറിംഗ് പിടിപ്പിക്കാനുള്ളതും അതുപോലെ തന്നെ ബൂസ്റ്റർ ബ്രേക്ക് പിടിപ്പിക്കാനൊക്കെയുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 4+1 ഗിയർ ബോക്സ് ആക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ KMT90 ഗിയർ ബോക്സ് ഫുൾ പീസാക്കി അത് വൃത്തിയാക്കി കഴുകി വീണ്ടും സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കയറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഗിയർ ബോക്സ് പീസാക്കി ക്ലീൻ ചെയ്യുന്നത് ഗോകുലാണ്, സലിച്ചേട്ടൻ്റെ മോനാണ് കേട്ടോ. ഇതാണ് നിങ്ങൾ ഹൈ റേഞ്ചിൽ പോയി അപ്പോൾ ഈ ഗോകുൽ ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന സലിച്ചേട്ടൻ മുന്നേ പറഞ്ഞൊരു കാര്യമാണ്. അത് വേറൊന്നുമല്ല, ഒരു ഓട്ടോമൊബൈൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ബേസിക് ആയിട്ടുള്ള മെയിൻ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ പാർട്സുകൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത്ര ക്ഷമയുള്ള ഒരാൾക്ക് മാത്രമാണ് അങ്ങനെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല ക്ഷമയുള്ളൊരു വർക്ക് തന്നെയാണ് മെക്കാനിക്ക് വർക്ക്. അപ്പോൾ അങ്ങനെ ക്ഷമയുള്ള ഒരാൾക്ക് മാത്രമാണ് നല്ലൊരു മെക്കാനിക്കും ആവാൻ പറ്റത്തുള്ളൂ.
അതേ മതി. പണിയുന്നതിലും ഒരു ദിവസം പണിയാണ്. പിന്നെ ഇനി ഇതെല്ലാം ചേട്ടൻ കയറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ധാരാന്നൊക്കെ കഴിവുന്നോടെ നമുക്കറിയാം ഇതൊരു 96 DA എഞ്ചിനാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബെൽ ഹൗസിങ്ങിലൊക്കെ കുറച്ച് ആൾട്രേഷനൊക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് ഹൈഡ്രോളിക് ക്ലച്ച് നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ താമസം തന്നെ. ഫ്ലൈ വീൽ റിങ് മോശമായിരുന്നത് നമ്മൾ ചേഞ്ച് ചെയ്തു, ഫ്ലൈ വീലും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്ലച്ചും പ്രഷർ പ്ലേറ്റും കൂടെ ചേഞ്ച് ചെയ്യാനുണ്ട്. അങ്ങനെ നമുക്ക് ബ്രേക്ക് ബൂസ്റ്ററും അതുപോലെ ക്ലച്ച് സിലിണ്ടറൊക്കെ എത്തിയിട്ടുണ്ട്. പവർ സ്റ്റിയറിങ് അതുപോലെ ബ്രേക്ക് ബൂസ്റ്റർ ക്ലച്ച് സിലിണ്ടറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് സ്റ്റിയറിംഗ് കോളം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് സജ്ജേട്ടൻ. അപ്പോൾ നമ്മുടെ ഗിയർ ബോക്സ് ഈ ഒരു വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. KMT 90 4+1 ഗിയർ ബോക്സാണിത്. പിന്നെ അടുത്ത ബാക്കും ഫ്രണ്ടും ഹൗസിംഗ് ട്യൂബുകൾ മേജർ ടൈപ്പിലേക്ക് മാറ്റുവാണ്. ഫ്രണ്ട് ഡിഫറൻഷ്യൽ ഓപ്പൺ നെക്കാണ്, അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിലവിൽ നമ്മൾ പവർ സ്റ്റിയറിംഗ് ബോക്സ് മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പും കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. വർക്ക്ഷോപ്പിൽ വളരെ ടൈം എടുത്ത് ചെയ്യുന്ന ഓരോ വർക്കുകളാണ് നമ്മൾ വീഡിയോയിൽ സെക്കൻഡ് വെച്ച് കാണിക്കുന്നത്. ലേത്തിൽ നിന്ന് ചെയ്ത പല വർക്കുകളുണ്ട്, അതിലൊന്നാണ് ഈ ഒരു ജോയിൻറ്റിൻ്റെ വർക്ക്.
സാധാരണ കമ്പനി ഡാമ്പിംഗ് ഷോക്ക് ഫിറ്റ് ചെയ്യാത്ത വണ്ടികളിൽ നമ്മളെ പിന്നീട് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു രീതിക്കായിരിക്കും ഇരിക്കുക. പക്ഷേ നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാലക്കാട് വണ്ടിയുടെ ഡാമ്പിംഗ് ഷോക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു രീതിക്കാണ്. ജസ്റ്റ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. സിമ്പിളായിട്ട് ചേസിലേക്ക് ഹൈ ബോൾട്ട് ബിൽഡ് ചെയ്ത് അതിലേക്കാണ് ഈ ഒരു ഷോക്ക് അബ്സോർബർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ആ ഒരു കമ്പനി ഫിറ്റിംഗ് വരുന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബ്രാക്കറ്റ് ആണെങ്കിലും സലിച്ചേട്ടൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് മെക്കാനിക്കൽ വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇനി ബാറ്ററി ഫിറ്റിംഗ് കൂടെ നമുക്ക് പിടിപ്പിക്കാനുണ്ട്. ടോപ്പ് നമ്മൾ മേജർ ടൈപ്പിലേക്ക് ആക്കുവാണ്. അപ്പോൾ അതുപോലെ തന്നെ പൈപ്പുകളൊക്കെ മോശമുള്ളതെല്ലാം മാറ്റി വിടുന്നുണ്ട്. കുറച്ച് പാച്ച് വർക്കുകളുള്ളതും നമ്മൾ ഈ കൂടെ തന്നെ ചെയ്തു വിടുന്നുണ്ട്. ടോപ്പിന് നമ്മൾ ഹൈറ്റ് കൂട്ടി ബാക്കിലെ പൈപ്പ് മാറ്റി, അതുപോലെ തന്നെ മാറ്റാനുള്ള പൈപ്പുകളൊക്കെ മാറ്റി, അതുപോലെ തന്നെ സൈഡ് പാത്തിയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ എല്ലാ ഓയിലുകളും ചേഞ്ച് ചെയ്യുകയാണ്. ഗിയർ ഓയിൽ, ഹൗസിംഗ് ഓയിലുകൾ, അങ്ങനെ എല്ലാ ഓയിലുകളും ചേഞ്ച് ചെയ്തു. ഒന്നുകൂടെ പറയാമോ? അപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. പൈസ പിരിവിന് മാത്രം ഒരു കുറവും കാണിയല്ല. അടിക്കണേ. മച്ചാന്മാരെ, അപ്പം നമ്മൾ എൻജിൻ വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ വർക്കുകളും ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. പാച്ച് വർക്കുകളും ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറിയ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ കണ്ടത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വർക്ക്ഷോപ്പിൽ ചെയ്യാനുണ്ടായിരുന്ന എല്ലാ വർക്കുകളും ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. മെക്കാനിക്കലും അതുപോലെ പാച്ച് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തു. ഇനി ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോവുകയാണ്. ടെസ്റ്റ് ഡ്രൈവിന് ശേഷം ഇനി ഫൈനൽ വർക്കുകളിലേക്കാണ്. ഫ്രണ്ടിൽ 2 ബക്കറ്റ് സീറ്റാണ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ 2 ബക്കറ്റ് സീറ്റ് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരു പാച്ച് വർക്ക് കണ്ടത്. പിന്നെ അതും ചെയ്തു. ബാക്കിലെ ഡോർ ലോക്ക് മേജർ ടൈപ്പ് ആക്കി. ബാക്ക് പ്ലാറ്റ്ഫോമിൽ ഡോർ വന്ന് ചേരുന്ന ഭാഗത്തൊക്കെ നല്ല രീതിക്ക് പാച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള മെയിൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ബോഡി പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ ഒരു ജീപ്പ് പെയിൻറ്റിങ്ങിനായിട്ട് കൊണ്ടുപോവുകയാണ്. പെയിൻറ്റിങ്ങിന് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് എല്ലാം അഴിച്ചെടുക്കുകയാണ്.
മച്ചാമാരെ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പലരും ഓർക്കും ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന്. പക്ഷേ അങ്ങനെയല്ല, ഏകദേശം 4 മാസത്തോളം എടുത്തു ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓരോ വർക്കുകളും അതിൻ്റേതായ വൃത്തിക്കാണ് നമ്മുടെ സലിച്ചേട്ടൻ ചെയ്യാറ്. അതുപോലെ തന്നെ എല്ലാ ആൾട്രേഷൻ വർക്കുകളും മാക്സിമം ആൾ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലതാമസം വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സ് ഓരോ ഘട്ടങ്ങളിലൂടെ കടന്ന് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പാകത്തിനായിട്ടുണ്ട് വണ്ടി. പെയിൻറ്റിങ്ങിന് ശേഷം നമുക്ക് എല്ലാ ബീഡിങ്ങുകളും അതുപോലെ നെറ്റ് ബോൾട്ടുകളും ചേഞ്ച് ചെയ്യാനുണ്ട്. പെയിൻറ്റിങ്ങിന് ശേഷം നമ്മൾ വീണ്ടും വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. സീറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി സെറ്റ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ബാക്കി വർക്കുകൾ ഇലക്ട്രിക്കലും അതുപോലെ തന്നെ അപ്പോൾസറി വർക്കുമാണ്. നമ്മുടെ മധുചേട്ടൻ രാത്രിയാണെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തോളും. അപ്പോൾ നമ്മൾ മധുചേട്ടൻ്റെ അടുത്തേക്ക് വണ്ടി കൊണ്ടുപോവാണ്. രാത്രി ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രാവിലെ അപ്പോൾസറി വർക്കിനായിട്ട് കൊണ്ടുപോവുകയാണ്. പടുതയും സീറ്റും എല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ടയറുകളെല്ലാം മാറ്റുവാണ്. നമ്പർ പ്ലേറ്റ്, സ്റ്റിക്കർ വർക്ക്, ടയർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി കുറച്ച് നമുക്ക് ഇലക്ട്രിക്കൽ വർക്കും കൂടെ ബാക്കിയുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി പാലക്കാട് നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ്. മതിച്ചേട്ടൻ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ റേഡിയേറ്റർ ക്യാപ്പ് ചേഞ്ച് ചെയ്തായിരുന്നു. മുന്നേ ഉള്ള റേഡിയേറ്റർ ക്യാപ്പ് വളരെ മോശം കണ്ടീഷനിലുള്ളതായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ റേഡിയേറ്റർ ക്യാപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം തള്ളിപ്പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് കരുതി തന്നെ നമ്മൾ വീണ്ടും സലിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോന്നു, വർക്ക്ഷോപ്പിലേക്ക് പോന്നു കേട്ടോ. എല്ലാ പണികളും തീർത്തിട്ട് നമ്മൾ പാലക്കാട് കൊണ്ട് കൊടുക്കാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പണി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതൊരു വിഷയമാണെങ്കിൽ നമ്മളത് തീർത്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു വണ്ടി ഡെലിവറി ചെയ്യത്തുള്ളൂ.
അങ്ങനെ നമ്മൾ എൻജിൻ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷനിലേക്ക് എത്തി. മച്ചാന്മാരെ, അപ്പോൾ നമ്മളെ എൻജിൻ വർക്ക് മാത്രമാണ് ഈ ഒരു വാഹനത്തിന് ചെയ്യാതിരുന്നുള്ളൂ. അപ്പോൾ അതും നമുക്കിപ്പോൾ ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. ഇത് കാസ്കറ്റ് ഓടുന്നുണ്ടല്ലോ. മച്ചന്മാരെ, അപ്പം നമ്മുടെ ഈ ഒരു ഹെഡ് ലെയ്ത്തിൽ കൊടുത്ത് ഫേസ് ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യുന്ന ലെയ്ത്ത് നമുക്കിവിടെ അടുത്തുള്ളത് കോതമംഗലത്ത് മാത്രമാണ്. അപ്പോൾ നമുക്കിത് പീസാക്കി ബസ്സിലുമാണ് കൊടുത്തു വിടുന്നത്. ഇപ്പോൾ അടിമാലിയിൽ നിന്ന് ഞാൻ ബസ്സിന് കൊടുത്തു വിട്ടു ലെയ്ത്തിലേക്ക്. അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡും ചെറിയൊരു ബെൻഡ് കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പിസ്റ്റണും തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് കിട്ടും. ഇതുണ്ടോ? പിന്നെ ഇതുണ്ടോ പിസ്റ്റൺ പോലെ പിടിച്ചത്? അത് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. എൻജിൻ സ്ലീവും വളരെ മോശം കണ്ടീഷനിലാണ്. അപ്പോൾ നമ്മൾ എൻജിൻ സ്ലീവുകളും 4 ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം അതേ ബസ്സിന് തന്നെ നമുക്ക് ആ ഒരു എൻജിൻ ഹെഡ് ഫേസ് ചെയ്ത് ലെയ്ത്തിൽ നിന്ന് നമുക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ നേരെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. എൻജിൻ ഹെഡും അതുപോലെ കണക്റ്റിംഗ് റോഡും നമുക്ക് അവർ തന്നിട്ടുണ്ട്. കൂടാതെ എൻജിൻ സ്ലീവും റിങ്സും എല്ലാം നമ്മൾ മഹേന്ദ്രയുടെ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. എൻജിൻ വർക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മൾ എൻജിന് പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻജിൻ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻജിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ചെയ്യാതിരുന്ന വർക്ക് എൻജിൻ വർക്കായിരുന്നു. അതും നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു വാഹനം പാലക്കാടേക്ക് എത്തിച്ചു കൊടുക്കണം. വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കി നമ്മൾ വാഷ് ചെയ്തിട്ടാണ് പാലക്കാടിന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗ്രീസ് അടിച്ചിട്ടാണ് പോകുന്നത്. കൂടാതെ പൊല്യൂഷൻ എക്സ്പയർ ആയതുകൊണ്ട് തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്.
പോകുന്ന വഴിക്ക് നമുക്ക് വേറൊരു ജീപ്പ് കൂടി എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ആ ഒരു വാഹനം കുറേ നാളായിട്ട് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 ജീപ്പുമായിട്ടാണ് പാലക്കാടിന് പോകുന്നത്. അപ്പോൾ ഒരു ജീപ്പ് ഓടിക്കുന്ന ആൽബിനാണ്. അപ്പോൾ ആൽബിന് ഞാനും കൂടിയാണ് കേട്ടോ പാലക്കാടിന് പോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യ രാവിലെ തന്നെ കല്ലടിക്കോട്, പാലക്കാട് കല്ലടിക്കോട് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം 5:30 രാവിലെ നമ്മൾ ഡെലിവറി ചെയ്യേണ്ട വീട്ടിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ഫ്രഷായിട്ട് വണ്ടിയും ഒരു കാർ പോർച്ചിലേക്ക് കയറ്റിയിട്ടതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് മടങ്ങിയത്. വണ്ടി തിരിച്ചെത്തിയപ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബറുടെ അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം അവർക്ക് തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ജീപ്പിനെ ആശ്രയിച്ചാണ് അവിടെയുള്ള വർക്കുകളൊക്കെ കിടക്കുന്നത്. മച്ചാന്മാരെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.